എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീരേഷ്മ. റാങ്കപ്പിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത് റിവിഷൻ സൈക്കോളജി എന്ന പാർട്ടിലേക്കാണ്. ഏവർക്കും ഒന്നുകൂടെ സ്വാഗതം. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഞാൻ ചോദ്യം വായിക്കും. ശേഷം നിങ്ങൾ ആ സമയം കൊണ്ട് ഇതിന് ഏതായിരിക്കും ഉത്തരമായി വരുന്നതെന്ന് നിങ്ങൾ സ്വയമായിട്ട് കണ്ടെത്താൻ ശ്രമിക്കുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അധ്യാപിക ക്ലാസ്സിൽ നൽകിയ ഗണിത പസിലിന് സ്വയം ഉത്തരം കണ്ടെത്താൻ ആതിരയ്ക്ക് കഴിഞ്ഞില്ല. അധ്യാപിക ചില സൂചനകളും വിശദീകരണങ്ങളും നൽകിയപ്പോൾ ആതിര സ്വയം ഉത്തരം കണ്ടെത്തി. ഇതിനെ താഴെ കൊടുത്തിരിക്കുന്ന ഏത് മനഃശാസ്ത്ര ആശയവുമായി ബന്ധപ്പെടുത്താം? അപ്പൊ ഒന്നാമത്തെ ചോദ്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ചോദ്യം നല്ല രീതിയിൽ ഫോക്കസ് ആവുക. ശേഷം നിങ്ങൾ ഓപ്ഷനിലേക്ക് കടക്കുക. ഓപ്ഷൻ എ ഇതാണ്: കണ്ടെത്തൽ പഠനം. ബി സമീപസ്ഥ വികാസ മണ്ഡലം. സി മനോവ്യാപാര പൂർവഘട്ടം. സി മാതൃക കാണിക്കല്. ഓപ്ഷൻ ഡി മാതൃക കാണിക്കല്. എടാ, ഇതില് ഏതാണ് നമ്മുടെ ആൻസർ വരുന്നതെന്ന് പെട്ടെന്നൊന്ന് കണ്ടുപിടിച്ചേ. ഓക്കെ, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഈസ് അവർ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി സമീപസ്ഥ വികാസ മണ്ഡലമാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ആണ്. സമീപസ്ഥ വികാസ മണ്ഡലമാണ് നമ്മുടെ ആൻസർ. വൈഗോട്സ്കി ഡെവലപ്പ് ചെയ്ത ഒരാശയമാണ് ഇതെന്ന് പറയുന്നത്. സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് വൈഗോട്സ്കി. അദ്ദേഹത്തിന്റെ പ്രധാന ആശയങ്ങൾ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. സഹകരണാത്മക പഠനം, സഹവർത്തിത്വ പഠനം മുതലായവ അദ്ദേഹത്തിന്റെ പ്രധാന ആശയമാണ്. കൈത്താങ്, സ്കഫോൾഡിംഗ് എന്ന് പറയുന്നതും ഇദ്ദേഹം കൊണ്ടുവന്ന ഒരാശയമാണ്. റെസിപ്രോക്കൽ ടീച്ചിങ്, കൂടാതെ ഭാഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു വൈഗോട്സ്കി. ഭാഷയുമായി ബന്ധപ്പെടുത്തി വൈഗോട്സ്കി നൽകിയ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരാശയം ഞാൻ വായിക്കാം, നിങ്ങൾ കേൾക്കുക. ഭാഷാരഹിത ചിന്തയും ചിന്താരഹിത ഭാഷയും വേറിട്ട് വികസിച്ച് 2 വയസ്സാകുമ്പോഴേക്കും കൂട്ടിച്ചേർന്ന് പ്രവർത്തിക്കുന്നു. നിങ്ങൾ ആ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു കൊട്ടേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ അത് നോട്ട് ചെയ്തെടുക്കാൻ തന്നെ ശ്രമിക്കുക. അപ്പൊ ഒന്നാമത്തെ ചോദ്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി കായിക പ്രവർത്തനങ്ങളിലെ നേട്ടങ്ങളിലൂടെ തന്റെ ആത്മാഭിമാനം വീണ്ടെടുക്കുന്നത് ഏത് തരം സമായോജന തന്ത്രത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻസ് നോക്കിക്കേ. ഉദാത്തീകരണം, പ്രക്ഷേപണം, യുക്തീകരണം, അനുപൂരണം. അപ്പൊ ഇതിലേതാണ് ആൻസർ വരാൻ സാധ്യതയുള്ളതെന്ന് നിങ്ങളൊന്ന് നോക്കുക. ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക, ശേഷം ആൻസറിലേക്ക് പോവുക. എടാ, നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. അനുപൂരണമാണ് ആൻസർ എന്ന് പറയുന്നത്. അനുപൂരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി തന്റെ ഒരു മേഖലയിലെ കഴിവുകേട് മറ്റൊരു മേഖലയിലെ മികവിലൂടെ വീണ്ടെടുക്കുന്ന തന്ത്രത്തെ വിളിക്കുന്ന പേരാണ് അനുപൂരണം. ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിക്കുക. ഒരു വ്യക്തി തന്റെ മേഖലയിലെ കഴിവുകേട് മറ്റൊരു മേഖലയിലെ മികവിലൂടെ വീണ്ടെടുക്കുന്ന തന്ത്രം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വിദ്യാഭ്യാസപരമായി പരാജയപ്പെട്ടവൻ, ഒരു കുട്ടി, ഒരു ക്ലാസ് മുറിയിൽ ഒരു കുഞ്ഞെന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായിട്ട് അവൻ എന്താണ്? പരാജയപ്പെട്ടു പോയവനാണ്. പക്ഷെ കായിക മേഖലയിലെ മുൻപന്തിയിൽ എത്താനായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട്. പഠിത്തത്തിൽ അവൻ ബാക്കിലോട്ടാണെങ്കിലും ഫിസിക്കലായിട്ടുള്ളതും സ്പോർട്സ് പരമായിട്ടുള്ള ആക്ടിവിറ്റീസിൽ അവൻ വളരെ മിടുക്കനാണ്. അപ്പൊ അതിൽ അവൻ മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അനുപൂരണം എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓർത്തെടുക്കുക. അപ്പോൾ ആ ഓരോ നിയമങ്ങളുടെയും ഘട്ടങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേജസ്, ആ നെയിമുകൾ മനസ്സിൽ ഓർത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉത്തരം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഈ ഉത്തരം കിട്ടിയോ? നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഉത്തരം ഇതാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള ആൻസേഴ്സ് ഇതാണോ എന്ന് നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്ത് പോവുക. അപ്പൊ നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഹവാർഡ് ഗാർണർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് മുന്നോട്ട് വെച്ചത്? ഓപ്ഷൻസ്: ശാരീരിക ചലനപരമായ ബുദ്ധി. ഓപ്ഷൻ ബി സാംസ്കാരികപരമായ ബുദ്ധി. ഓപ്ഷൻ സി ബുദ്ധിയുടെ വിശിഷ്ട ഘടകം. ഓപ്ഷൻ ഡി ഫ്ലൂയിഡ് ഇന്റലിജൻസ്. ബുദ്ധിയാണ്. ബുദ്ധിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത വ്യക്തിയായിരുന്നു ഹവാർഡ് ഗാർണർ.
അപ്പൊ ഇതിൽ ഏതായിരിക്കും വരാൻ ചാൻസ് എന്ന് നോക്കിയേ. എടാ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ഇസ് എ റൈറ്റ് ആൻസർ. ശാരീരിക ചലനപരമായ ബുദ്ധിയാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഉത്തരം കിട്ടിയോ എല്ലാവർക്കും? കിട്ടിയെങ്കിൽ നമുക്ക് 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 5th ക്വസ്റ്റ്യൻ ഇതാണ്. ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം ഏത് മനഃശാസ്ത്ര ചിന്താധാരയാണ് മുന്നോട്ട് വെച്ചത്? ശ്രദ്ധിക്കുക, ഉൾക്കാഴ്ച പഠന സിദ്ധാന്തമാണ്. ഓപ്ഷൻസ് സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം, ഓപ്ഷൻ ബി വ്യവഹാരവാദം, ഓപ്ഷൻ സി ഘടനാവാദം, ഓപ്ഷൻ ഡി ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. ഓക്കെ, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിലാണ് ഈ പറയുന്ന ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു തോട്ട് വരുന്നത്. ഈ ഗസ്റ്റാൾട്ട് എന്ന് പറയുന്ന ഒരു ആശയം ഉടലെടുക്കുന്നത് ജർമ്മനിയിലാണ്. ഗസ്റ്റാൾട്ട് എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് രൂപഘടന എന്നതാണ്. രൂപഘടന എന്നതാണ് ഗസ്റ്റാൾട്ട് എന്ന വേർഡിന്റെ മീനിങ്. ഈ തിയറിയുടെ പ്രധാന വക്താക്കളായിട്ട് കണക്കാക്കപ്പെടുന്ന വ്യക്തികൾ മാക്സ് വേർത്തിമർ, കർട്ട് കൊഫ്ക, കൊഹ്ലർ എന്നിവരെയാണ് പ്രധാന വക്താക്കളായിട്ട്, ഇതിന്റെ ഈ പറയുന്ന തിയറിയുടെ വക്താക്കളായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പ്രത്യേക അസൈൻമെന്റുകൾ, സ്വതന്ത്ര പ്രോജക്റ്റുകൾ, ലഘു ഗവേഷണങ്ങൾ എന്നിവ ഏത് വിഭാഗം കുട്ടികൾക്കാണ് കൂടുതൽ അനുയോജ്യം? ഓപ്ഷൻസ് പ്രതിഭാധനരായ കുട്ടികൾക്ക്, ഓപ്ഷൻ ബി പഠന പിന്നോക്കക്കാർക്ക്, ഓപ്ഷൻ സി പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക്, ആൻഡ് ഓപ്ഷൻ ഡി ഉയർന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക്. അപ്പൊ ചോദ്യം ശ്രദ്ധിച്ച് വായിച്ച ശേഷം നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, 6ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. പ്രതിഭാധനരായ കുട്ടികളാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്, ഓപ്ഷൻ എ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 7ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യക്തി വ്യത്യാസത്തിൽ ഉൾപ്പെടാത്തത് ഏത്? വ്യക്തി വ്യത്യാസമാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്, സംഭവം വ്യക്തി വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. വ്യക്തി വ്യത്യാസത്തിൽ ഉൾപ്പെടാത്തതാണ്, ഉൾപ്പെടുന്നതും അല്ല. അപ്പൊ ചോദ്യം നമ്മൾ വെപ്രാളപ്പെട്ട് കിട്ടുന്ന സമയത്ത് ഉൾപ്പെടുന്നത് എന്ന മൈൻഡിൽ വരും. ഒരിക്കലും കൺഫ്യൂഷൻ ആവരുത്. ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻസ് നോക്ക്. താല്പര്യങ്ങളിലെയും അഭിരുചികളിലെയും വ്യത്യാസം, ഓപ്ഷൻ ബി സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളിലെ വ്യത്യാസം, ഓപ്ഷൻ സി പഠനശൈലിയിലെ വ്യത്യാസങ്ങൾ, ഓപ്ഷൻ ഡി വൈകാരികമായ വ്യത്യാസങ്ങൾ. അപ്പൊ നമ്മുടെ ആൻസർ ഏതായിരിക്കും? എടാ, വ്യക്തി വ്യത്യാസത്തിൽ ഉൾപ്പെടാത്ത ഘടകം ഏതാണ് ഇതിൽ വരുന്നത്? വ്യക്തി വ്യത്യാസത്തിൽ ഉൾപ്പെടാത്ത ഘടകമായിട്ട് വരുന്നത് നമ്മുടെ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് അതിൽ വരുന്നത്. ഉൾപ്പെടാത്തതായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളാണ് അതിലെ വ്യത്യാസങ്ങളിൽ ഉൾപ്പെടാത്തതായിട്ട് വരുന്ന ഘടകം. ഓക്കെ, 8ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ചോദ്യം ഇതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബുദ്ധിമാപനത്തിന് ഉപയോഗിക്കുന്നത് ഏത്? ഓപ്ഷൻ വെയ്സ്, കാച്ച്, MMPI, ടാറ്റ്. ഇതിൽ ഏതാണ് ബുദ്ധിമാപനത്തിന് ഉപയോഗിക്കുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻസ് നന്നായി നോക്കുക, ശേഷം നിങ്ങൾ ആൻസറിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. ഇതിൽ കാറ്റും ടാറ്റും ഒക്കെ ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? പ്രക്ഷേപണ രീതികൾക്കുള്ള ഉദാഹരണങ്ങളാണ്. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, റോഷ മഷ്യോപ്പ് പരീക്ഷകൾ, അപ്പോൾ സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് മുതലായവയെല്ലാം പ്രക്ഷേപണ രീതികൾക്കുള്ള ഉദാഹരണമാണ്. അപ്പൊ ഈ വെയ്സും MMPയും ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം MMPI എന്താണെന്ന് നോക്കാം. MMPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിന്നസോട്ട മൾട്ടി ബേസിക് പേഴ്സണാലിറ്റി ഇൻവെന്ററി എന്നതാണ് MMPI എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, MMPI എന്ന് പറയുന്നത് മിന്നസോട്ട മൾട്ടി ബേസിക് പേഴ്സണാലിറ്റി ഇൻവെന്ററി എന്നതാണ് എന്തെന്ന് പറയുന്നത് MMPI. ഇതൊരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ആണ്. പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സിനായിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് MMPI എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് ഈ വെയ്സ് എന്ന് പറയുന്ന സംഭവം? വെയ്സ് എന്തായിരിക്കും? വെയ്സ് നമുക്ക് നോക്കാം.
വെയ്സ് എന്തായിരിക്കും? വെയ്സ് എന്ന് പറഞ്ഞാൽ ദ വെസ്ലർ അഡൾട്ട് ഇന്റലിജൻസ് സ്കെയിൽ എന്നതാണ് എന്തെന്ന് പറയുന്നത്? വെയ്സ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ എന്താണ് വെയ്സ് എന്ന് പറഞ്ഞാൽ? ദ വെസ്ലർ അഡൾട്ട് ഇന്റലിജൻസ് എന്നതാണ് വെയ്സ് എന്നതുകൊണ്ട്. ഇന്റലിജൻസ് സ്കെയിൽ ആണ് കേട്ടോ, ഇന്റലിജൻസിന് സ്കെയിലാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? വെയ്സ് എന്ന് പറയുന്നത്. വെയ്സ് എന്ന് പറയുന്ന സംഭവം അതാണ്. ഇതെന്തിനാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്? വെയ്സ് നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് IQ ടെസ്റ്റ് ചെയ്യാനായിട്ടാണ്. ഇതെന്തിനാണ് നമ്മൾ മെയിൻലി യൂസ്ഡ് ഫോർ ടു സ്കെയിൽ ഓർ യൂസ്ഡ് ഫോർ ടു ഡിസൈൻ IQ ടെസ്റ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് വെയ്സ് എന്ന് പറയുന്നത്. ഇന്റലിജൻസിനെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് വൈജ്ഞാനികമായിട്ടുള്ള ഒരു കഴിവിനെ പറ്റി അളക്കാനും നമ്മൾ യൂസ് ചെയ്യുന്ന, വൈജ്ഞാനികമായി ബുദ്ധിപരമായിട്ട് മാപനം ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന സംഭവമാണ് വെയ്സ് എന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പെട്ടെന്ന് പറ്റും. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ഒരു സംശയം വേണ്ട, നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. വെയ്സ് ഈസ് അവർ റൈറ്റ് ആൻസർ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബ്രൂണറുടെ ആശയരൂപീകരണ പ്രക്രിയ പിന്തുടരുന്ന ടീച്ചർ 5ാം ക്ലാസ്സിൽ ത്രികോണത്തിന്റെ പ്രത്യേകതകൾ പഠിപ്പിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ABCയിൽ ആംഗിൾ A+B+C = 180 എന്ന് ബോർഡിൽ എഴുതി. ഇത് ഏതു ഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷനിലേക്ക് നമുക്ക് പോകാം. പ്രവർത്തന ഘട്ടം, ഇന്ദ്രിയചാലക ഘട്ടം, പ്രതീകാത്മക ഘട്ടം, രൂപാത്മക ഘട്ടം. ഇതിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻസ് ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക. ഇവിടെ 9ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. പ്രതീകാത്മക ഘട്ടമാണ് ഉത്തരം. ഈ ആശയ രൂപീകരണത്തിന് പ്രധാനമായിട്ട് 3 സ്റ്റേജസുകളാണ്. ആശയ രൂപീകരണത്തിനായിട്ട് പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്നത് 3 സ്റ്റേജസുകളാണ് ഇവിടെ ഉള്ളത്. ബ്രൂണറുടെ അഭിപ്രായത്തിൽ ആശയ രൂപീകരണ പ്രക്രിയ നടക്കുന്ന 3 ഘട്ടത്തിലൂടെയാണ്. ഫസ്റ്റ് ഘട്ടം പ്രവർത്തന ഘട്ടം, 2 ബിംബന ഘട്ടം, 3 പ്രതിരൂപാത്മക ഘട്ടം എന്നിങ്ങനെയുള്ള വിധത്തിലാണ് എന്ത് നടക്കുന്നത്? നമ്മുടെ ആശയ രൂപീകരണ പ്രക്രിയ നടക്കുന്നതെന്നാണ് ബ്രൂണർ അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. 10ാമത്തെ ചോദ്യം ഇതാണ്. ചോദ്യം ശ്രദ്ധിക്കുക. നിങ്ങൾ കഴിവതും ആൻസർ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് തോന്നാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ സ്വയമായിട്ട് ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് പരീക്ഷയിലേക്ക് എത്തുന്നതിനും അല്ലെങ്കിൽ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ ഒരു പേടി എന്നുള്ള ഒരു സംഭവം ഉണ്ടാവാതിരിക്കാനുള്ള ഒരു റെമഡി ആയിട്ടും കൂടെ പ്രവർത്തിക്കാനുള്ള ഒരു ഘട്ടമായിട്ട് നിങ്ങൾ ഇത് കണക്കാക്കണം. അപ്പൊ നമുക്ക് 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 7ാം ക്ലാസ്സിലെ ലീഡറാണ് വിദ്യ. ക്ലാസ്സിലെ മറ്റു കുട്ടികളുമായി അവൾ നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. തീരുമാനമെടുക്കാനുള്ള കഴിവ്, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള കഴിവ്, സഹകരണ മനോഭാവം, അനുതാപം എന്നീ കഴിവുകളും വിദ്യയ്ക്കുണ്ട്. വിദ്യയുടെ ഈ കഴിവുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻസ്: ബഹുമുഖ ബുദ്ധി, വൈകാരിക ബുദ്ധി, ബുദ്ധിശക്തി, ആത്മീയ ബുദ്ധി. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ ആൻസേഴ്സും ശ്രദ്ധിച്ച ശേഷം മാത്രം ഓപ്ഷൻസ് ശ്രദ്ധിച്ച ശേഷം മാത്രം ആൻസറിലേക്ക് ചെല്ലാൻ ശ്രമിക്കുക. ഓക്കെ, ഇവിടെ എന്താണ് അനുതാപമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ അനുതാപം എന്ന് പറയുന്ന ഒരു സംഭവം കഴിവ്, സഹകരണ മനോഭാവം, അനുതാപം, പ്രശ്നങ്ങൾക്ക് പരിഹാരം, ഇങ്ങനെയൊക്കെയുള്ള പരിഹാര മനോഭാവം, ഈ ഒരു സംഭവങ്ങൾക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മുടെ ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന സംഭവങ്ങളാണ് അല്ലേ. അപ്പൊ നമ്മുടെ ആൻസർ ഓട്ടോമാറ്റിക്കലി ഏതായിരിക്കും വരാൻ ചാൻസ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഏത്? വൈകാരിക ബുദ്ധിയാണ് ആൻസർ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ചോദ്യം 11. സഹപാഠികളുടെ ചെറു സംഘം ഒരു പൊതു ഉദ്ദേശം മുൻനിർത്തി പ്രവർത്തിക്കുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? ഓപ്ഷൻസ്: ഉദ്ദേശാധിഷ്ഠിത പഠനം, ഗ്രൂപ്പ് പഠനം, സഹപഠനം, സഹകരണാത്മക പഠനം. ഇവിടെ സഹപാഠികളുടെ ചെറു സംഘം
ചെറു സംഘമാണ് കേട്ടോ. ഇവിടെ നമ്മൾ നോക്കേണ്ടത് സഹപാഠികളുണ്ട്, അവരുടെ ചെറു സംഘമാണ്, ഒരു പൊതു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിനെ മുൻനിർത്തി ഈ ഗ്രൂപ്പ് ഓഫ് സഹപാഠികൾ ഒരുമിക്കുന്ന ആ ഒരു പ്രവർത്തനമാണ് ചോദിക്കുന്നത്. അതിനെ നമുക്ക് എന്തായിട്ട് വിശേഷിപ്പിക്കാൻ കഴിയുമെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഒരുപാട് പേര് അവിടെ ഉണ്ട്. അപ്പൊ ഒരുപാട് പേരടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സഹകരണാത്മക പഠനം. ഓപ്ഷൻ ഡി, സഹകരണാത്മക പഠനം. ഓക്കെ ആണോ? യെസ്. ഓക്കെ ആണെങ്കിൽ നമുക്ക് 12ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 12 ക്വസ്റ്റ്യൻ ഇതാണ്. ഗസ്റ്റാൾഡ് മനഃശാസ്ത്ര സമീപനവുമായി കൂടുതൽ യോജിച്ചു പോകുന്ന പ്രശ്ന പരിഹരണ രീതി ഏത്? പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഗസ്റ്റാൾഡ് അപ്രോച്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കൂടുതലും. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അൽഗോരിതം, ഓപ്ഷൻ ബി അന്തർദൃഷ്ടി, ഓപ്ഷൻ സി ഹ്യൂറിസ്റ്റിക്സ്, ഓപ്ഷൻ ഡി ശ്രമപരാജയ രീതി. ഗസ്റ്റാൾഡ് മനഃശാസ്ത്രം, ഗസ്റ്റാൾഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഐഡിയാസ് മനസ്സിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് അത് എന്തുമായിട്ടാണെന്ന് മാച്ച് ചെയ്യാൻ പെട്ടെന്ന് പറ്റും. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഏത്? ഇൻസൈറ്റ് ആണ്. അന്തർദൃഷ്ടി പഠനം അല്ലെങ്കിൽ അന്തർദൃഷ്ടിക്കാണ് ഗസ്റ്റാൾഡ് സൈക്കോളജി. ഗസ്റ്റാൾഡ് സൈക്കോളജിയാണ്. ശ്രദ്ധിക്കുക, ഗസ്റ്റാൾഡ് സൈക്കോളജി എന്ന് ചോദിക്കുമ്പോൾ ദാറ്റ് ഈസ് മോസ്റ്റ്ലി അസോസിയേറ്റഡ് വിത്ത് അവർ ഇൻസൈറ്റ് ലേണിംഗ് അല്ലെങ്കിൽ ഇൻസൈറ്റ്നെസ്സിന് അല്ലെങ്കിൽ ഇൻസൈറ്റ്, അന്തർദൃഷ്ടി എന്നീ കാഴ്ചപ്പാടിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന സംഭവമാണ് ഏതെന്ന് പറയുന്നത്? ഗസ്റ്റാൾഡ് സൈക്കോളജി, ഗസ്റ്റാൾഡ് മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, 13ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചാക്രിക രീതിക്ക് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ സംഖ്യാബോധം പൂർണ്ണമായി പഠിച്ച ശേഷം സങ്കലനം, പിന്നീട് വ്യവകലനം, തുടർന്ന് ഭിന്നസംഖ്യ. ഓപ്ഷൻ ബി ആദ്യം അനുഭവങ്ങൾ, പിന്നീട് പ്രതീകങ്ങൾ, തുടർന്ന് ചിത്രങ്ങൾ, അതിനുശേഷം ഭാഷ. ഓപ്ഷൻ സി സംഖ്യാബോധവും സങ്കലനവും വ്യവകലനവും ഒക്കെയായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ സ്വാഭാവികമായ സന്ദർഭങ്ങളിൽ വീണ്ടും വീണ്ടും അവതരിപ്പിക്കുന്നു. ഓപ്ഷൻ ഡി ആദ്യം വ്യക്തിഗത പ്രവർത്തനം, പിന്നീട് സംഘപ്രവർത്തനം, തുടർന്ന് ക്ലാസ് പ്രവർത്തനം, അതിനുശേഷം അവതരണം. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആൻസർ ഏതാണെന്ന് മനസ്സിലൊന്ന് ഓർത്തു വെക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ ആൻസറുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് നോട്ട് ചെയ്യുക. 13ാമത്തെ ചോദ്യമാണ്. ചാക്രിക രീതിയാണ് ക്വസ്റ്റ്യൻ. ചാക്രിക രീതിയാണ് ചോദിച്ചിരിക്കുന്നത്. ചാക്രിക രീതിക്ക് ഉദാഹരണമാണ് നമ്മുടെ ചോദ്യം. ആദ്യം ചാക്രിക രീതി എന്തെന്ന് നമ്മൾ അറിയണം. ഞാൻ ചാക്രിക രീതി എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പാഠ്യപദ്ധതി ചാക്രിക ആരോഹണ രീതിയിൽ ചിട്ടപ്പെടുത്തണമെന്ന് ബ്രൂണർ അഭിപ്രായപ്പെടുന്നുണ്ട്. നമ്മുടെ പാഠ്യപദ്ധതി കരിക്കുലം ചാക്രികമായ ആരോഹണ രീതിയിൽ ചിട്ടപ്പെടുത്തണമെന്നാണ് ബ്രൂണർ അഭിപ്രായപ്പെടുന്നത്. സ്വാഭാവികമായ ഒരു പഠന രീതിയാണ് എന്തെന്ന് പറയുന്നത്? ഒരു സ്വാഭാവികമായി നടക്കുന്ന, സ്വാഭാവികമായി നടക്കുന്ന ഒരു പഠന രീതിയെ വിളിക്കുന്ന പേരാണ് ചാക്രിക ആരോഹണ രീതി എന്ന് പറയുന്നത്. നേടിയ അറിവിന്മേൽ നിരന്തരം പുതിയ അറിവ് ചേർത്ത് കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും പോവുക എന്നതാണ് ഈ പഠന രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഡീപ്പായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. ഡീപ്പ് സ്റ്റഡിയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, സ്വാഭാവികമായ പഠന രീതിയെ വിളിക്കുന്ന പേരാണ് ചാക്രിക രീതി എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന വിഷയത്തെ കൂടുതൽ ആഴത്തിലും സമഗ്രവുമായി പഠിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? ചാക്രിക രീതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം, അപ്പൊ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാവും. ജലം എന്ന ആശയത്തെ സ്വാംശീകരിക്കുന്നത് ജലത്തിൽ കുളിക്കുമ്പോൾ, കഴുകുമ്പോൾ, ജലം കുടിക്കുമ്പോൾ, ജലാംശം നിരീക്ഷിക്കുമ്പോൾ, സസ്യങ്ങൾക്ക് ജലസേചനം നടത്തുമ്പോൾ ഏതൊരാശയവും നാം സ്വായത്തമാക്കുന്നത് അവയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളുമായിട്ട്. ഈ ജലം എന്ന് പറയുന്ന ഒരു ജലത്തിൽ നമുക്ക് എന്തെല്ലാം ചെയ്യുന്നു, നമ്മൾ എന്തെല്ലാം ദൈനംദിനം പ്രവർത്തനങ്ങളിൽ ചെയ്യുന്നു എന്ന ഒരു അനുഭവവുമായിട്ട് നമ്മൾ അതിനെ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കൂടുതലും അത് നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മളിലേക്ക് എത്തിപ്പെടാൻ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് അതിലൂടെ മിങ്കിൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്നാണ് ഈ ഒരു രീതിയിൽ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നത് പറയുന്നതെന്നാണ് പറയുന്നത്. ഇപ്പൊ ചാക്രിക രീതി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഏറ്റവും കൂടുതൽ ആഴത്തിലും അതുകൂടാതെ തന്നെ ഏറ്റവും വ്യക്തമായിട്ടും സമഗ്രമായിട്ടും നമ്മൾ എത്തിച്ചേരുന്ന ഒരു രീതിയെ വിളിക്കുന്ന പേരാണ് ചാക്രികമായ രീതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 13ാമത്തെ ചോദ്യം മനസ്സിലായെന്ന് എന്നെ വിശ്വസിക്കുന്നു.
ചോദ്യത്തിന്റെ ആൻസർ 13ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഇത്രയും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം ഇതാണ്: പഠനത്തിൽ മികവ് പുലർത്താനാവാത്ത ഒരു കുട്ടി ചിത്രരചനയിൽ മികവ് പുലർത്താൻ ശ്രമിക്കുന്നു. ഏത് തരത്തിലുള്ള സമായോജന ക്രിയാതന്ത്രമാണ് ഇവിടെ കാണാനാവുന്നത്? ഓപ്ഷൻസ്: ഉദാത്തീകരണം, യുക്തീകരണം, അനുപൂരണം, തദാത്മീകരണം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക, എന്നിട്ട് ഓപ്ഷൻസ് നോക്കുക, ശേഷം നിങ്ങളുടെ ഉത്തരങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, നമ്മുടെ ആൻസറിലേക്ക് പോകാം. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി അനുപൂരണം. ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അനുപൂരണമാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ അനുപൂരണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താന്ന് ചോദിച്ചാൽ, അനുപൂരണം എന്താണെന്ന് ഒരു ചോദ്യം വന്നാൽ അനുപൂരണം എന്തായിരിക്കും? അനുപൂരണം എന്ന് പറയുന്നത് ഒരു രംഗത്തുള്ള പോരായ്മ മറ്റൊരു രംഗത്തുള്ള ശക്തിയിലൂടെ മറയ്ക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഒരു മേഖലയിൽ എനിക്കൊരു പോരായ്മ ഉണ്ടെങ്കിൽ ഒരു പോരായ്മ എന്ത് ചെയ്യുന്നു? പോരായ്മ മറ്റൊരു ശക്തിയിലൂടെ, മറ്റൊരു കഴിവിലൂടെ അല്ലെങ്കിൽ മറ്റൊരു ശക്തിയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിലൂടെ നമ്മൾ ഓവർകം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിലൂടെ മറയ്ക്കാൻ ശ്രമിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് അനുപൂരണം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പഠന കാര്യങ്ങളിൽ കഴിവില്ലാത്ത ഒരു കുട്ടി എന്ത് ചെയ്യുന്നു? സ്പോർട്സിലും അതുപോലെ തന്നെ കലാകായികപരമായിട്ടുള്ള കഴിവുകളിൽ വളരെ മികവ് പുലർത്തുന്നു എന്നുണ്ടെങ്കിൽ എന്താണ്? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമ്പൻസേഷൻ, അനുപൂരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് 14ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ, അനുപൂരണം. ഇനി നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ചോദ്യമാണ് നമ്മുടെ ചോദ്യം. ശ്രദ്ധിക്കുക. താഴെ പറയുന്ന ഏത് കാര്യമാണ് ബോബോഡോൾ പരീക്ഷണത്തിലൂടെ സാധൂകരിക്കുന്നത്? ഓപ്ഷൻ എ, ചോദക പ്രതികരണങ്ങളുടെ അനുബന്ധമാണ് പഠനം. ഓപ്ഷൻ ബി, ദൃശ്യമാധ്യമങ്ങളിലെയും മുതിർന്നവരുടെയും പെരുമാറ്റ രീതികൾ കുട്ടികൾ അനുകരിക്കുകയും അവലംബിക്കുകയും ചെയ്യും. ഓപ്ഷൻ സി, ഭാഗങ്ങളുടെ ആകെത്തുകയേക്കാൾ മികച്ചതാണ് അതിന്റെ സമഗ്രത. ഓപ്ഷൻ ഡി, കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ട്. പെട്ടെന്ന് നോക്കിയേ ഇതിന്റെ ആൻസർ ഏതായിരിക്കും വരുന്നതെന്ന്. ബോബോഡോൾ എക്സ്പെരിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ചോദ്യം. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത് എന്തായിരിക്കും എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ ദൃശ്യമാധ്യമങ്ങളിലെയും മുതിർന്നവരുടെയും പെരുമാറ്റ രീതികൾ കുട്ടികൾ അനുകരിക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നു എന്ന ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഈസ് അവർ റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത്. ഓക്കെ ആണോ? നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് റിവിഷൻ ടെസ്റ്റിൽ ഏകദേശം 15ഓളം ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്? കൈകാര്യം ചെയ്തത്. ഈ 15 ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് എത്രത്തോളം മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് മാക്സിമം കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതുപോലെ ഓരോ ചോദ്യങ്ങൾ ഓരോ ദിവസവും വരുന്നതായിരിക്കും. എനിവേ, താങ്ക് യു.